പ്രൈസ് ദി ലോർഡ്. 5-ാം സങ്കീർത്തനം 3-ാം വാക്യം. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കിടക്കയിലിരുന്നു കൊണ്ട് തന്നെ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് നമുക്ക് സമയം കിട്ടാറുണ്ടോ? ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രഭാതത്തിൽ ഒരുങ്ങി കാത്തിരിക്കുകയാണ്. അതാണ് ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഏറ്റുപറച്ചിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ പ്രഭാതത്തിലുള്ള പ്രാർത്ഥനയെ പറയാം. അതെ, ഒരു കപ്പൽ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ദിശാനിർണ്ണയ യന്ത്രം നിയന്ത്രിക്കുന്നത് പോലെയാണ് ഒരു ദിവസത്തെ നമ്മുടെ യാത്രയ്ക്ക് മുൻപ് പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി ഒന്ന് മാറ്റിവിടുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു തരുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഓർത്ത് കണ്ടാൽ എങ്ങനെ നമുക്ക് സ്തുതിക്കാതിരിക്കുവാനായിട്ട് കഴിയും? പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിലൂടെ അല്ലാതെ മറ്റൊരു മാർഗവും നമുക്ക് ദൈവത്തിങ്കിലേക്ക് എത്തുവാനായിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. നന്മ ചെയ്യുന്നവരെയും തന്നിൽ ശരണം വയ്ക്കുന്നവരെയും കരുണയോടെ കാത്തു സൂക്ഷിക്കുന്ന, തൻ്റെ കാരുണ്യം കൊണ്ട് നിറയ്ക്കുന്ന, തൻ്റെ പരിച കൊണ്ട് മറയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തിൽ അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നീതിമാനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, തൻ്റെ ദയ കൊണ്ട്, തൻ്റെ കാരുണ്യം കൊണ്ട്, തൻ്റെ പരിച കൊണ്ട് അവനെ മറയ്ക്കുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയും. നാം എല്ലാവരും അത് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ്. ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ പ്രാർത്ഥന മാത്രമാണ് ശക്തി നൽകിയത്. മറ്റൊന്നിനും നൽകുവാൻ കഴിയാത്ത ഒരു വലിയ ശക്തി പ്രാർത്ഥനയ്ക്ക് നൽകുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥന നമ്മുടെ ശീലമാക്കണം. തീർച്ചയായിട്ടും സങ്കീർത്തനക്കാരനോടൊപ്പം നമുക്കും ഇന്ന് ചേർന്ന് പറയാം, പ്രഭാതം ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.